നമസ്കാരം ഫുട്ബോൾ പേരിന്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ട്രാൻസ്ഫർ റിലേറ്റഡ് ആയിട്ടുള്ള കുറെ അപ്ഡേറ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒട്ടും സമയം കളയാതെ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാൻ കുറച്ച് അപ്ഡേറ്റുകൾ കൂടുതൽ ഈ വീഡിയോ പറയാനുണ്ട്. സോ ഫസ്റ്റ് തന്നെ ബാർസലോണ റിലേറ്റഡ് ആയിട്ടാണ്, മറ്റൊന്നുമല്ല. ബാർസലോണ ഒഫീഷ്യലി 1:1 ആവാനായിട്ടുള്ള ഒരു നീക്കത്തിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ബിഹൈൻഡ് ദ സീൻസ് ടെബാസ് ബാർസലോണയ്ക്ക് ഗ്രീൻ ലൈറ്റ് കൊടുത്തു. നിങ്ങൾ 1:1 ഉടനെ ഞങ്ങൾ ഒഫീഷ്യലി അത് അനൗൺസ് ചെയ്യും എന്നുള്ള രീതിയിൽ സ്പോർട്ടൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ ലെറ്റ്സ് സീ ബാർസലോണയ്ക്ക് എന്തായാലും 1:1 എന്നുള്ളൊരു റൈറ്റ് കിട്ടുന്നതായിട്ട് കേൾക്കുന്നു. അതുപോലെ തന്നെ ബാർസലോണ ഇപ്പോൾ ഡെൻസൽ ഡംഫേഴ്സുമായിട്ട് ലിങ്ക്സ് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഫാബ്രിസിയോ റൊമാനോയുടെ റിപ്പോർട്ടുകൾ പ്രകാരം ഡംഫേഴ്സിന് 25 മില്യൺ യൂറോസിന്റെ ഒരു റിലീസ് ക്ലോസ് ഉണ്ട് ഈ സമ്മറിൽ. നോൺ ഇറ്റാലിയൻ ക്ലബ്ബുകൾക്ക് അത് എക്സിക്യൂട്ട് ചെയ്യാമെന്നാണ് കേൾക്കുന്നത്. ബാർസലോണ ഇതിൽ അവെയർ ആണെന്നും ഓൾറെഡി ഈ ഒരു സിറ്റുവേഷൻ ബിഹൈൻഡ് ദ സീൻസ് വർക്ക് ചെയ്യുന്നുണ്ടെന്നാണ് കേൾക്കുന്നത്. 29 വയസ്സുകാരനായ ഈ ഡച്ച് വിങ് ബാക്കിൽ മറ്റ് പല ക്ലബ്ബുകൾ ഇൻട്രസ്റ്റഡ് ആണ്. ബട്ട് ബാർസലോണയാണ് ഇപ്പം മെയിൻലി ലീഡ് ചെയ്യുന്നതെന്നാണ് നമുക്ക് ആ ഒരു ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സോ വാട്ട് ഡു യു തിങ്ക്? 29 വയസ്സുകാരനായ ഡംഫേഴ്സ് 25 മില്യൺ യൂറോസ് ഷുഡ് ബാർസലോണ എക്സിക്യൂട്ട് ദ ഡീൽ? എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് പറയാം. അതുപോലെ തന്നെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആണെങ്കിൽ എംബുമോ ഡീലിലായിരുന്നു, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. തൽക്കാലം പുതിയൊരു ഓഫറിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ബ്രെൻഫോർഡ് 70 മില്യൺ ഡിമാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിലോട്ട് പ്രൈസ് എത്തിക്കൊണ്ടിരിക്കുകയാണെന്നാണ് കേൾക്കുന്നത്. അടുത്തൊരു ഓഫർ ഉടനെ ചെല്ലുമെന്ന് കേൾക്കുന്നു. അതിനിടയ്ക്കാണ് ഇപ്പം ഒലി വോക്കിൻസ് ലിങ്ക് സ്ട്രൈക്കർ പൊസിഷനിലേക്ക് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് നോക്കുന്നതായിട്ട് കേൾക്കുന്നത്. ഒലി വോക്കിൻസിന് 60 മില്യൺ യൂറോസ് ആണ് ആസ്റ്റൺ വില്ല ഡിമാൻഡ് ചെയ്യുന്നതും അത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പേ ചെയ്തില്ലെന്നാണ് കേൾക്കുന്നത്. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഒലി വോക്കിൻസ് ലിങ്ക്സ് കാണുന്നുണ്ട്. എന്താണ് നിങ്ങൾക്ക് ഒപ്പീനിയൻ എന്ന് പറയാം? 29 വയസ്സുകാരൻ, സെൻട്രൽ ഫോർവേഡ്, പ്രീമിയർ ലീഗ് പ്രൂവൺ. അതുപോലെ തന്നെ മറ്റൊരു അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ പെറസ് ആണെങ്കിൽ ചാബി അലോൺസോയ്ക്ക് ഗ്യാരണ്ടി കൊടുത്തതാണ് പറയുന്നത്. അതായത് അൽവാരോ കരേറാസ് ഫെർണാണ്ടസ് ക്ലബ് വേൾഡ് കപ്പ് കഴിയുമ്പോഴേക്കും റയൽ മാഡ്രിഡ് പ്ലെയറായി മാറിയിരിക്കും. അതായത് റയൽ മാഡ്രിഡ് അൽവാരോ കരേറാസിനെ സൈൻ ചെയ്തിരിക്കും. അക്കാര്യത്തിൽ യാതൊരു ടെൻഷനും വേണ്ട. അൽവാരോ കരേറാസ് വിൽ ബി റയൽ മാഡ്രിഡ് പ്ലെയർ. അതാണ് ഇപ്പം സ്പാനിഷ് മീഡിയാസ് എല്ലാം റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ലെറ്റ്സ് സീ കാര്യങ്ങൾ എങ്ങനെ പോകുന്നത്. അതുപോലെ തന്നെ ഇപ്പൊ റിക്കാർഡ് റിയോസിന്റെ കാര്യത്തിൽ പാൽമേറസിന്റെ നമുക്കറിയാം മിഡ്ഫീൽഡറായ കൊളംബിയൻ മിഡ്ഫീൽഡറായ റിക്കാർഡ് റിയോസ് ഇതിനു മുമ്പ് തന്നെ പല ക്ലബ്ബുകളും സീരിയസ്ലി ഇൻട്രസ്റ്റഡ് ആയിരുന്ന പ്ലെയറാണ്. പുള്ളിക്ക് ഒരു 85 മില്യൺ യൂറോസിന്റെ റിലീസ് ക്ലോസ് ആണുള്ളത്. അതാണ് മിക്ക ക്ലബ്ബുകളെയും ആ റിലീസ് ക്ലോസ് തന്നെ പേ ചെയ്യണം എന്നുള്ള ഡിമാൻഡിലായിരുന്നു പാൽമേറസ്. പക്ഷെ ഇപ്പം ഈ വിൻഡോ കഴിയുമ്പോഴേക്കും ആളെ കട്ട് പ്രൈസിന് അവർ കൊടുക്കാൻ റെഡിയാണെന്നും പല ക്ലബ്ബുകളും ഇൻട്രസ്റ്റഡ് ആണെന്നുള്ള രീതിയിൽ വാർത്തകൾ വരുന്നുണ്ട്. സോ ലെറ്റ്സ് റിക്കാർഡ് റിയോസയുടെ യുണൈറ്റഡ് ലിങ്ക്സ് നേരത്തെ വളരെ സ്ട്രോങ്ലി വന്നിരുന്നു. ഇപ്പോൾ ഇറ്റാലിയൻ ക്ലബ്ബുകളുമായിട്ടും മറ്റ് പ്രീമിയർ ലീഗ് ക്ലബ്ബുകൾ, ലലീഗ ക്ലബ്ബ്, ബുണ്ടസ് ലീഗ ക്ലബ്ബുകൾ എല്ലാ ക്ലബ്സുമായിട്ട് ഇപ്പോൾ ലിങ്ക്സ് കാണുന്നുണ്ട്. റിക്കാർഡ് റിയോസിൽ നിന്ന് കിട്ടാൻ പോകുന്ന ഒരു കയോട്ടിക് മിഡ്ഫീൽഡറിനെ ആയിരിക്കും. സീരിയസ്ലി ഗുഡ് ഓൺ ദ ബോൾ, ഓഫ് ദ ബോൾ നല്ല വർക്ക് ലോഡ് എടുക്കുന്ന പ്ലെയർ, ഒരു പക്ക എന്താ പറയുക ഒരു കയോട്ടിക് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഒരു പ്ലെയർ. മേ ബി നമുക്ക് ഡിപ്പോളുമായിട്ട് കമ്പയർ ചെയ്യാം. ബെറ്റർ വേർഷൻ ഓഫ് ഡിപ്പോൾ ഓൺ ദ ബോൾ വിത്തൗട്ട് എ ഡൗട്ട്. കൂടുതൽ കയോട്ടിസം, ബെറ്റർ ഡ്രിബിളർ, ബെറ്റർ ഓൺ ദ ബോൾ അബിലിറ്റീസ്, ബെറ്റർ സ്കിൽസ് എല്ലാം ഉള്ള ഒരു പ്ലെയറാണ്. അതുപോലെ തന്നെ വർക്ക് ലോഡ് എടുക്കുന്ന പ്ലെയറാണ്. ഇപ്പൊ കേൾക്കുന്ന 25 മില്യൺ എങ്ങാണ്ട് അവർ കൊടുക്കാൻ റെഡിയാണ്. ആ ഒരു റേറ്റിന് കിട്ടുവാണെങ്കിൽ സ്റ്റീൽ ഡീൽ ഗോ ഫോർ ഹിം. പക്ഷേ 85 മില്യൺ ഒക്കെയാണ് ഡിമാൻഡ് ചെയ്യുന്നതെങ്കിൽ ഇറ്റ്സ് ടു മച്ച്. അതിലും കുറച്ച് ഇപ്പം കിട്ടുമെന്ന് ഇപ്പൊ കേൾക്കുന്ന പ്രൈസ് 25 ആണ്. മേ ബി എനിത്തിങ് ബിലോ 40 മില്യൺ ഐ തിങ്ക് റിക്കാർഡ് റിയോസ് വിൽ ബി എ സ്റ്റീൽ. അതുപോലെ തന്നെയാണ് FC കോമോയുടെ കാര്യത്തിലുള്ള അപ്ഡേറ്റ്. FC കോമോ അൽവാറോ മൊറാട്ടയായിട്ട് ടേംസ് അഗ്രി ചെയ്ത് നിൽക്കുകയാണ്. ഇപ്പം ഗാലറ്റസറേയുമായിട്ട് ലോണിലാണല്ലോ ആൾ കളിക്കുന്നത് ഫ്രം AC മിലാൻ. ആ ലോൺ ഡീൽ ക്യാൻസൽ ചെയ്യാനായിട്ടുള്ള പരിപാടിയിൽ നീങ്ങുകയാണെന്നും. സോ ഗാലറ്റസറയുടെ അപ്രൂവൽ കിട്ടിയാൽ ഉടനെ തന്നെ AC മിലാനുമായിട്ട് ടോക്സ് നടത്തി കാര്യം ഡൺ ആവുമെന്നാണ് കേൾക്കുന്നത്. അത് അവിടെ നടത്ത അപ്ഡേറ്റോട്ട് പോകാനായിട്ടാണെങ്കിൽ നാപ്പോളി ആണെങ്കിൽ ബൊളോഗ്നയുടെ ഡച്ച് സെൻട്രൽ ബാക്ക് ആയ സാം ബുക്കോമയിൽ ഇൻട്രസ്റ്റഡ് ആണെന്നും പേഴ്സണൽ ടൈംസ് അഗ്രി ചെയ്തു എന്നുള്ള രീതിയിൽ വാർത്തകൾ വരുന്നുണ്ട്. സോ 26 വയസ്സുകാരനായ സെൻട്രൽ ബാക്ക് ബൊളോഗ്ന എത്രയാണ് പ്രൈസ് ടാഗ് ഇടുന്നതെന്ന് അറിയത്തില്ല. ബട്ട് ബൊളോഗ്നയായിട്ടൊരു എന്താ പറയുക ഒരു പ്രൈസ് അഗ്രി ചെയ്താൽ ഡീൽ വിൽ ഗോ ത്രൂ എന്ന് കേൾക്കുന്നു. അതുപോലെ തന്നെയാണ് ജൊണാഥൻ ഡേവിഡ് ടു യുവൻഡസ് ഹിയർ വി ഗോ വന്നിട്ടുണ്ട്. 25 വയസ്സുകാരനായ കനേഡിയൻ സെൻട്രൽ ഫോർവേഡിനെ യുവൻഡസ് ലില്ലിൽ നിന്ന് ഫ്രീ ഏജന്റായിട്ടാണ് സൈൻ ചെയ്തത്. ലില്ലിൽ കോൺട്രാക്ട് തീർന്നിരുന്നു. സോ താരം എത്തുന്നു. അതുപോലെ തന്നെ യുവൻഡസ് സാൻജോ ഡീലിൽ നല്ല പ്രോഗ്രസ് നടത്തുന്നതായിട്ട് വാർത്തകൾ കേൾക്കുന്നുണ്ട്. സാൻജോ യുവൻഡസിൽ ചേരാനാണ് ആഗ്രഹിക്കുന്നതെന്ന് വാർത്തകൾ വരുന്നുണ്ട്. സോ പേഴ്സണൽ ടൈംസ് ആളുടെ സാലറി ഡിമാൻഡ്സും മറ്റുമൊക്കെ യുവൻഡസിന് വേണ്ടി കുറയ്ക്കാൻ റെഡിയാണെന്നും മേ ബി 25 മില്യൺ പൗണ്ട്സ് പേ ചെയ്യാൻ യുവൻഡസ് റെഡിയാണെന്നുള്ള വാർത്തകൾ കേൾക്കുന്നു. ബട്ട് അവർ പ്രിഫർ ചെയ്യുന്നത് ഒരു പ്ലെയറിനെ ഈ ഡീലിൽ ഉൾപ്പെടുത്താനാണ്. അതായത് സാൻജോ ഡീലിന് പകരം സാൻജോയ്ക്ക് പകരം ഒരു സ്വാപ്പ് വ്ലാഹോവിച്ചോ അതുപോലെ തന്നെ ഡഗ്ലസ് ലൂയിസും മൂസയും 3 പ്ലേയേഴ്സിന്റെ പേര് കേൾക്കുന്നുണ്ട്. ഈ 3 പ്ലേയേഴ്സിൽ ഏതെങ്കിലും ഒരു പ്ലെയർ സാൻജോ സ്വാപ്പാണ് അവർ പ്രിഫർ ചെയ്യുന്നുള്ള രീതിയിൽ കേൾക്കുന്നുണ്ട്. അതുപോലെ തന്നെ അടുത്ത അപ്ഡേറ്റ്സിലോട്ട് പോകാനായിട്ടാണെങ്കിൽ ടിയർനോ ബാറിനെ VRL നിന്നും 22 വയസ്സായ ടിയർനോ ബാറിനെ എവർട്ടൺ സൈൻ ചെയ്തിട്ടുണ്ട്. 35 മില്യൺ യൂറോസ് ഫിക്സഡ് പ്ലസ് ആഡ് ഓൺസിന്റെ പാക്കേജിനാണ് ഈ സ്ട്രൈക്കറിനെ എവർട്ടൺ കൊണ്ടുവരുന്നത്. ടിയർനോ ബാറി അത്യാവശ്യം കൊള്ളാവുന്ന ഒരു പ്രൊഫൈൽ തന്നെയാണ്. അതുപോലെ തന്നെ സോമറിനെ
മറ്റ് ക്ലബ്ബുകൾ ഇൻട്രസ്റ്റ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. എസ്പെഷ്യലി ഗാലറ്റസറെ. ഇന്റർ മിലാൻ ഈ സീസണിൽ അത്യാവശ്യം എല്ലാ പ്ലേയേഴ്സിനും ഓഫേഴ്സ് ലിസൺ ചെയ്യാൻ റെഡിയാണെന്ന് കേൾക്കുന്നു. അതിൽ യാൻ സോമർ ടു ഗാലറ്റസറെ നടക്കാനുള്ള സാധ്യത ഇപ്പം കൂടി വരുന്നുണ്ട്. അതുപോലെ തന്നെ ഹീറോ ഇമ്മൊബൈലിന്റെ കാര്യത്തിലാണ്. സോ ഹീറോ ഇമ്മൊബൈൽ നമുക്കറിയാം ബെസിക്താസിൽ ഡീൽ അഗ്രി ചെയ്ത് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സോ ആള് ഇപ്പം ബെസിക്താസുമായിട്ട് കോൺട്രാക്ട് ടെർമിനേറ്റ് ചെയ്ത് ബൊളോഗ്നയിൽ സൈൻ ചെയ്തിട്ടുണ്ട്. സോ 1+1 ഇയർ ഡീലായിരിക്കും ആൾ സൈൻ ചെയ്യുക. സോ ഫ്രീ ഏജന്റായിട്ട് ആൾ ബൊളോഗ്നയിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ബൊളോഗ്ന ബെർണാഡഷ്കിനെ ടൊറന്റോയിൽ നിന്നും സൈൻ ചെയ്യുകയാണ്. സെയിം സിറ്റുവേഷൻ. FC ടൊറന്റോ ആയിട്ട് കോൺട്രാക്ട് ഉണ്ടായിരുന്നു. MLS കളിക്കുന്ന FC ടൊറന്റോ. സോ ടൊറന്റോ ആയിട്ടുള്ള കോൺട്രാക്ട് ബെർണാഡഷ്കി ക്യാൻസൽ ചെയ്യുകയും പകരം തിരിച്ച് ബൊളോഗ്നയിൽ വന്നിട്ടുമുണ്ട്. അതുപോലെ തന്നെ റെനേറ്റോ വേഗയിൽ ബയൺ ഇൻട്രസ്റ്റഡ് ആണെന്നുള്ള രീതിയിൽ ഫാബ്രിസ് റൊമാനോ കൺഫേം ആക്കിയിട്ടുണ്ട്. ബയൺ 4 പ്ലേയേഴ്സിന്റെ ഒരു ലിസ്റ്റ് കിമ്മിൻജെ പോവുകയാണെങ്കിൽ റീപ്ലേസ്മെന്റ് ആയിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. അവർ പ്രിഫർ ചെയ്യുക കിമ്മിൻജെനെ സെല് ചെയ്യാൻ തന്നെയാണ്. സോ അവരുടെ ലെഫ്റ്റ് സൈഡ് സെന്റർ ബാക്ക് ടാർഗറ്റ്സിൽ വൺ ഓഫ് ദ പേര് റെനേറ്റോ വേഗയാണെന്നാണ് കേൾക്കുന്നത്, ചെൽസിയുടെ താരം. സോ യുവന്റസുമായിട്ടുള്ള ലോൺ സ്പെല്ലൊക്കെ കഴിഞ്ഞാൽ തിരിച്ചു വന്നിട്ടുണ്ട് ചെൽസിയിൽ. അതുപോലെ തന്നെ അടുത്ത അപ്ഡേറ്റിലോട്ട് പോകാനായിട്ടാണെങ്കിൽ ലൂയിസ് ഡിയാസിന് വേണ്ടി ബയൺ വിട്ട ഒരു പ്രൊപ്പോസല് ലിവർപൂൾ റിജക്ട് ചെയ്തിരിക്കുകയാണ്. സോ ലിവർപൂളിന്റെ ഇപ്പോഴത്തെ സ്റ്റാൻസ് ലൂയിസ് ഡിയാസ് ഈസ് നോട്ട് ഫോർ സെയിൽ എന്നുള്ള രീതിയിലാണ്. മെയിൻലി എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ അൽ നാസർ 100 മില്യൺ യൂറോസിന്റെ ഒരു പ്രൊപ്പോസൽ റെഡിയാക്കുന്നു എന്നുള്ള ഈ വാർത്ത കേൾക്കുന്നുണ്ട്. ഇവർ പ്രിഫർ ചെയ്യുക ഡെഫിനറ്റ്ലി ഏറ്റവും കൂടുതൽ പൈസ കിട്ടാനാണ്. പുള്ളി യൂറോപ്പിൽ ഏത് ക്ലബ്ബിൽ പോയാലും അതിലെ ഇവൻ നിന്നാലും അവർക്ക് നഷ്ടമില്ല. കാരണം 2 സീസൺ കൊണ്ട് തുച്ഛമായ വേജസ് പേ ചെയ്യേണ്ടുള്ളൂ. സോ ലൂയിസ് ഡിയാസിന് ഓൾറെഡി അൽ നാസറിന്റെ ഈ ഒരു വമ്പൻ ഓഫർ ഉള്ളതിനാൽ തന്നെ മേ ബി ഡിലേ ചെയ്ത് ലാസ്റ്റ് ലൂയിസ് ഡിയാസിന് ക്ലബ്ബ് വിടണോ എന്നുള്ളൊരു സിറ്റുവേഷൻ ആണെങ്കിൽ മേ ബി അൽ നാസർ പുള്ളി സെലക്ട് ചെയ്തേക്കും എന്നുള്ള പ്രതീക്ഷയിലായിരിക്കും ലിവർപൂൾ കളിക്കുന്നത്. സോ അവർക്ക് 100 മില്യൺ കിട്ടണോ അതോ 50 മില്യന് മേളിൽ ബയണോ ബാർസയോ ഒന്നും ഓഫർ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ അങ്ങനത്തെ സിറ്റുവേഷനിൽ 100 മില്യൺ അൽ നാസർ ഓഫർ ചെയ്യാൻ റെഡിയായി നിൽക്കുമ്പോൾ ഡിലേ ടാക്ടിക്സ് കളിച്ച് അവസാനം അൽ നാസർ ഫോഴ്സ് ചെയ്ത് ലൂയിസ് ഡിയാസിനെ കൊണ്ട് എടുപ്പിക്കാനുള്ള ഒരു കളിയായിരിക്കാം ലിവർപൂളിൻ്റെതാണ് എനിക്ക് തോന്നുന്നത്. സോ അവിടുന്ന് അടുത്ത അപ്ഡേറ്റോട് പോകാനായിട്ടാണ് റൂബൻ ഡിയാസിനും ലൂയിസ് കെല്ലിക്കും പുതിയ കോൺട്രാക്ട് ഓഫർ ചെയ്യാനായിട്ട് മാഞ്ചസ്റ്റർ സിറ്റി റെഡി ആവുകയാണ്. സോ അവർ കോൺട്രാക്ട് എക്സ്റ്റൻഷൻ ടോക്സ് നടത്തുകൊണ്ട് രണ്ടുപേരെയും അവരുടെ ഫ്യൂച്ചർ പ്ലാൻസിലുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം ജെറാർഡ് ബ്രാന്ത്വൈറ്റ് എല്ലാ ക്ലബ്ബുകളുമായിട്ട് ലിങ്ക്സ് ഉണ്ടായിരുന്ന എവർട്ടന്റെ സെന്റർ ബാക്ക് പുള്ളി 2030 വരെ എവർട്ടനുമായിട്ട് കോൺട്രാക്ട് റിന്യൂ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അറ്റ്ലാന്റയുടെ ഇറ്റാലിയൻ സെന്റർ ഫോർവേഡിന് വേണ്ടി അൽ ക്വാഷ എന്ന് പറയുന്ന സൗദി അറേബ്യൻ ക്ലബ്ബ് 50 മുതൽ 60 മില്യൺ ഓഫർ ചെയ്യാൻ റെഡിയാണെന്ന് കേൾക്കുന്നു. മെറ്റാലുമല്ല റെറ്റൂഗി കഴിഞ്ഞ സീസൺ സിരിയയിലെ ടോപ്പ് സ്കോറിൽ ഒരാളായിരുന്ന റെറ്റൂഗി. സോ ഡിമാർസിയോ ആണ് ഈ കാര്യം റിപ്പോർട്ട് ചെയ്യുന്നത്. സോ അവിടെ അടുത്ത അപ്ഡേറ്റോട് പോകാനായിട്ടാണെങ്കിൽ വെസ്റ്റ് ഹാമിന്റെ നമുക്കറിയാം കുദൂസുമായിട്ട് ടോട്ടനം വളരെ സ്ട്രോങ് ലിങ്ക്സ് ഉണ്ടായിരുന്നു. അതുപോലെ ചെൽസി ലിങ്ക്സ് ഇപ്പം കാണുന്നുണ്ട്. സോ കുദൂസ് ക്ലബ്ബ് വിടുകയാണെങ്കിൽ അതിന്റെ റീപ്ലേസ്മെന്റ് ആയിട്ട് അവർ ചെൽസിയുടെ നമ്മളെ നോക്കുവാണെങ്കിൽ കീറൻ റൂസ്ബെറി ഹാളിനെയും അതുപോലെ തന്നെ കാറിനെ ചുക്കുമൊക്കെ നോക്കുന്നു എന്നാണ് കേൾക്കുന്നത്. സോ വെസ്റ്റ് ഹാം കുദൂസ് പോവുകയാണെങ്കിൽ മാത്രം. സോ അവിടെ അടുത്ത അപ്ഡേറ്റോട് പോകാനായിട്ടാണെങ്കിൽ ടൈലർ മോർട്ടന് വേണ്ടി ആർസണൽ, അയാക്സ്, ബ്രാഗ, വെസ്റ്റ് ഹാം പോലത്തെ ക്ലബ്ബുകൾ ഇൻട്രസ്റ്റഡ് ആണെന്ന് കേൾക്കുന്നുണ്ട് ഈ ലിവർപൂൾ മിഡ്ഫീൽഡറിന് വേണ്ടി. അവർ അക്കാഡമി പ്രൊഡക്റ്റ് ആണ്. അടുത്ത അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ മാർഗുയി ലിവർപൂളായിട്ട് പേഴ്സണൽ ടൈംസ് അഗ്രി ചെയ്തെന്നും പക്ഷേ ഇതുവരെ ഒരു പ്രൈസ് അഗ്രി ചെയ്യാനായിട്ട് ക്രിസ്റ്റൽ പാലസുമായിട്ട് സാധിച്ചിട്ടില്ലെന്നാണ് ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന റിപ്പോർട്ടുകൾ. സോ ലെറ്റ്സ് സീ മാർഗുയി ടു ലിവർപൂൾ നടക്കാനുള്ള സാധ്യത വളരെ ഹൈ ആണ്. അവിടെ അടുത്ത അപ്ഡേറ്റോട് പോകാനായിട്ടാണെങ്കിൽ ഹാർവി ഏലിയറ്റിൽ ഇന്റർ മിലാനും അതുപോലെ തന്നെ യുവന്റസും ഇൻട്രസ്റ്റഡ് ആണെന്നുള്ള രീതിയിൽ വാർത്തകൾ കേൾക്കുന്നുണ്ട്. യുവന്റസും ഇന്റർ മിലാനും അവർ ഡിമാൻഡ് ചെയ്യുന്ന പ്രൈസ് 50 മില്യൺ പൗണ്ട്സ് ആണെന്ന് കേൾക്കുന്നത്. സോ ഒരു ബൈ ബാക്ക് ഓപ്ഷൻ വെക്കാനായിട്ട് റെഡി അല്ലെങ്കിൽ 50 മില്യൺ പൗണ്ട്സ് ആയിരിക്കും ഹാർവി ഏലിയറ്റിന്റെ പ്രൈസ് എന്നാണ് കേൾക്കുന്നത്. അവിടെ അടുത്ത അപ്ഡേറ്റോട് പോകാനാണെങ്കിൽ അത്ലറ്റിക്കോ മാഡ്രിഡ് ക്യൂട്ടി റൊമേറോയിൽ സീരിയസ് പ്രോഗ്രഷൻ നടത്തുന്നതായിട്ട് വാർത്തകൾ കേൾക്കുന്നുണ്ട്. 70 മില്യൺ യൂറോസിന്റെ പാക്കേജ് ആണ്. അത് ഫിക്സഡ് ഫീസ് ആണ് ഇതുവരെ ഡിമാൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടോട്ടനാം എന്ന് കേൾക്കുന്നു. അത്ലറ്റിക്കോ 55 മില്യൺ യൂറോസ് ഫിക്സഡ് പ്ലസ് 15 മില്യൺ യൂറോസ് ആഡ് ഓൺസ് ഉൾപ്പെടെ 70 മില്യൺ ടോട്ടൽ പാക്കേജ് ഓഫർ ചെയ്യാൻ റെഡിയാണ്. ബട്ട് ഫിക്സഡ് 70 വേണം എന്നുള്ള രീതിയിലാണ് ടോട്ടനാം നിൽക്കുന്നത് എന്നുള്ള രീതിയിലാണ് കേൾക്കുന്നത്. അടുത്ത അപ്ഡേറ്റോട് പോകാനാണെങ്കിൽ ബ്രൈറ്റൺ ആണെങ്കിൽ PSVയുടെ 27 വയസ്സുകാരനായ മിഡ്ഫീൽഡർ ഒലിവർ ബൊസ്കാഗ്ലിനെ 5 ഇയർ കോൺട്രാക്ടിന് സൈൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ യുവന്റസ് മാർക്കസ് തുറാമിന്റെ കോൺട്രാക്ട് സിറ്റുവേഷനെ കുറിച്ച് എൻക്വയറി ചെയ്തായിട്ട് കേൾക്കുന്നു. 80 മില്യൺ യൂറോസിന്റെ റിലീസ് ക്ലോസ് താരത്തിനുണ്ട്. സോ യുവന്റസ് തുറാമിൽ ഇൻട്രസ്റ്റഡ് ആണ്. മേ ബി ആ ഒരു ഡീലിലോട്ട് അഥവാ ആ ഒരു റിലീസ് ക്ലോസ് എക്സിക്യൂട്ട് ചെയ്യുന്നതിനെ കുറിച്ച് അവർ ആലോചിച്ചേക്കാം എന്നുള്ള രീതിയിൽ വാർത്തകൾ കേൾക്കുന്നുണ്ട്. അതുപോലെ തന്നെ സണ്ടർലാൻഡ് ആണെങ്കിൽ 25 മില്യൺ യൂറോസിന് ജോർജി പെട്രോവിച്ചിന് നമുക്കറിയാം ചെൽസിയുടെ ഗോൾ കീപ്പർ താരത്തിന് ഓൾമോസ്റ്റ് എവറിത്തിങ് ഈസ് ഡൺ എന്ന് സാഷ റവലോ റിപ്പോർട്ട് ചെയ്യുന്ന പേഴ്സണൽ ടൈംസ് അഗ്രി ചെൽസി ആയിട്ടും ഓൾമോസ്റ്റ് എവറിത്തിങ് ഡൺ എന്ന് കേൾക്കുന്നു. 25 മില്യൺ യൂറോസിനാണ് ജോർജ് പെട്രോവിച്ചിനെ സൈൻ ചെയ്യുക എന്നാണ് ആൾ റിപ്പോർട്ട് ചെയ്തത്. അവിടെ അടുത്ത അപ്ഡേറ്റോട് പോകാനായിട്ടാണെങ്കിൽ സുവാറസ് 38 വയസ്സുകാരനായ ഇന്റർ മയാമിയുടെ സെൻട്രൽ ഫോർവേഡ് സുവാറസ് ഈ സീസൺ എൻ്റെ ആകുമ്പോഴേക്കും
ഓൾ ഫോംസ് ഓഫ് ഫുട്ബോളിൽ നിന്ന് റിട്ടയർ ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിക്കുകയാണെന്ന് കേൾക്കുന്നു. ആൾക്ക് ഈ ഡിസംബർ വരെ ഇന്റർ മയാമി കോൺട്രാക്ട് ഉള്ളൂ. സോ അത് റിന്യൂ ചെയ്യുന്നതിനെ കുറിച്ച് ആളും ഡിസിഷൻ എടുത്തിട്ടില്ല. ഇന്റർ മയാമിയും ഇൻട്രസ്റ്റഡ് അല്ല എന്ന് കേൾക്കുന്നു. അതുപോലെ തന്നെ മാലിക് ഫൊഫാനയ്ക്ക് വേണ്ടി ലയോൺ ഡിമാൻഡ് ചെയ്യുക 60 മില്യൺ യൂറോസ് ആണെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. അടുത്തായിട്ട് മാർക്കസ് അസൻസിയോ നമുക്കറിയാം, റൈറ്റ് നോ PSG പ്ലെയറാണ്. ലാസ്റ്റ് സീസൺ ആസ്റ്റൺ വില്ല ലോണിലൊക്കെ വന്ന് കളിച്ചിരുന്നു. താരത്തിന് 15 മില്യൺ യൂറോസിന്റെ ഒരു പ്രപ്പോസൽ PSG മുമ്പിൽ ഫെനർബാച്ചെ വിട്ടതായിട്ട് റിപ്പോർട്ടുകൾ കേൾക്കുന്നുണ്ട്. അസൻസിയോ ഇതുവരെ ഫെനർബാച്ചയായിട്ട് പേഴ്സണൽ ടൈംസ് ഒന്നും അഗ്രി ചെയ്തിട്ടില്ല. ബട്ട് ഫസ്റ്റ് ഫെനർബാച്ചെ ഒരു പ്രപ്പോസൽ വിട്ടു എന്ന് കേൾക്കുന്നു. അതുപോലെ തന്നെ ന്യൂകാസൽ യുണൈറ്റഡ് ആണ് മാർസയുടെ സെന്റർ ബാക്ക്, അർജന്റീനിയൻ സെന്റർ ബാക്കായ ലിയനാർഡോ ബലേർഡിയിൽ ഇൻട്രസ്റ്റഡ് ആണെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. സോ ലിയനാർഡോ ബലേർഡി നമുക്കറിയാം ഇപ്പോൾ അർജന്റീന നാഷണൽ ടീമിൽ ഒരു റെഗുലർ ഫിഗറായി മാറുന്നുണ്ട്. സെന്റർ ബാക്ക് 26 വയസ്സാന്ന് തോന്നുന്നു. ഐ തിങ്ക് ഇറ്റ് വിൽ ബി റിയലി റിയലി ഗുഡ് ബൈ. അതുപോലെ തന്നെ ഫ്രട്ടേസി ടു യുണൈറ്റഡ് ലിങ്ക്സ് വീണ്ടും പൊങ്ങി വരുന്നുണ്ട്. ഓൾറെഡി ട്രാൻസ്ഫർ വിൻഡോ തുടങ്ങിയപ്പോൾ തൊട്ട് യുണൈറ്റഡ് ഫ്രട്ടേസി ബിഹൈൻഡ് ദ സീൻസ് ടോക്സ് കേൾക്കുന്നുണ്ട്. സുലച്ചി ഫ്രട്ടേസിനെ ഇന്റർ മിലാൻ റൈറ്റ് പ്രൈസിന് വിൽക്കാൻ റെഡിയാണെന്നുള്ള രീതിയിലാണ് വാർത്തകൾ കേൾക്കുന്നത്. സുലച്ചി എങ്ങനെ കാര്യങ്ങൾ പോകുമെന്ന്. എന്താണ് നിങ്ങൾക്ക് ഓവറോൾ പറയാനായിട്ടുള്ളതെന്ന് പറയാം. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അതുവരേക്കും ബൈ.